ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് പോലീസ് അല്ലേ? തീർച്ചയായും ആജി, നമ്മൾ നോക്കുകയാണ് ഓരോ കലോത്സവങ്ങളും ബോധവൽക്കരണത്തിലുള്ള വേദികളും കൂടെയാണ്. കാരണം കലോത്സവം എത്രത്തോളം ആൾക്കാർ എത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബോധവൽക്കരണത്തിന് ഏറ്റവും മികച്ച ഒരു വേദിയായിട്ട് തന്നെ ഇത്തരത്തിൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ SPC കേഡറ്റുകൾ, നമുക്കറിയാം ഈ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കുട്ടികൾ തന്നെയാണ് SPC കേഡറ്റുകൾ. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ്, സെന്റ് ജോസഫ് ആംഗ്ലോ SPC കേഡറ്റ് എന്ന് പറഞ്ഞപ്പം SPC കേഡറ്റ് കൊണ്ടുവന്നത് ആരാന്ന് അനുസരിക്ക് അറിയാമോ? പി വിജയൻ IPS എന്ന് പറയുന്ന പി വിജയൻ IPSനെ അറിയാമല്ലോ. അദ്ദേഹമാണ് SPCക്ക് ഒരു രൂപം നൽകുകയും അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി വായിച്ചിട്ടുണ്ടോ? അത് വളരെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു ഇതാണ്. 10ാം ക്ലാസ്സിൽ തോൽവി ഒന്നിനും ഒരു പരിഹാരമല്ല, ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളും വിജയത്തിന്റെ തുടക്കമാണെന്ന് കാണിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. അപ്പൊ അത് നല്ലൊരു ആശയമായിരുന്നു. കേരളത്തിലെ ഏതൊരു പരിപാടി നടന്നാലും, സ്കൂൾ കായിക മേളയാണെങ്കിലും കലോത്സവമാണെങ്കിലും ഏതൊരു പരിപാടി നടന്നാലും SPC ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തയ്യാറാക്കിയ ഈ മരത്തിന് പ്രത്യേകതകൾ നിരവധിയാണ്. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള SPC കാഡറ്റ്സ് ആണ്. അപ്പം ഇത് ഞങ്ങളുടെ SPC ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. സുസ്ഥിര വികസനവും സുരക്ഷിത ജീവിതവും എന്ന വിഷയത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ആശയവും അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു ഇടമാണിത്. കലോത്സവങ്ങളുടെ 5 ദിവസവും ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുള്ള എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ മരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവ കലോത്സവത്തിന്റെ അവസാന ദിവസത്തിൽ വരെ ഉണ്ടാകും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുൻപന്തിയിലുണ്ട്. ടീം കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.